ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഒരു പഞ്ച് പ്രസംഗത്തെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇതിനേക്കാൾ മികച്ചതായിട്ട് ഇനി ഒരു അഭിപ്രായ പ്രകടനം നടത്താനുണ്ടാകില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ തീർച്ചയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം, ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയാത്തൊരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണായിരിക്കണം, അല്ലെങ്കിൽ പെണ്ണായിരിക്കണം. ഇത് രണ്ടും കെട്ട ആളായിട്ട് നിൽക്കരുത് എന്നാണ് PMA സലാമിന്റെ പഞ്ച് ഡയലോഗ്. PM ശ്രീ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CPM-കാരാ RSS-കാരാ നേരെ കൊണ്ടുവന്ന് അറബിക്കടലിൽ താക്കൂ എന്ന് പ്രഖ്യാപിച്ച KM ഷാജിയെ കടത്തിവെട്ടുന്ന വാചകങ്ങൾ. മേനോ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പല വിസ്മയങ്ങളും സൃഷ്ടിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വിസ്മയങ്ങൾ കണ്ട് ലീഗും മൂരികളെല്ലാം വായും പൊളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അടിച്ച പല പഞ്ച് ഡയലോഗുകളും തിരിച്ച് ആസനത്തിൽ വന്ന് കൊത്തുന്ന അവസ്ഥയാണ് ലീഗന്മാരെ സംബന്ധിക്കുന്നിടത്തോളം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ അടിച്ച വാചകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സിനിമാ ഡയലോഗുകൾ തോറ്റുവും. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംഘി ചാപ്പ കുത്താൻ വേണ്ടി എന്തോരം ഡയലോഗുകളാണ് അടിച്ചത്. ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ആ വാചകങ്ങളെല്ലാം ഇപ്പോ ലീഗന്മാരെല്ലാം കൂടി ചേർന്ന് മുഖ്യമന്ത്രിയാക്കിയ സതീശന്റെ ആസനത്തിൽ പോയി ഇരിക്കുന്ന അവസ്ഥയുണ്ട്. നമുക്ക് നിലപാടുള്ള ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്നായിരുന്നു ആഘോഷിച്ചത്. നിലപാടുകൾ കണ്ടിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്ന ലീഗുകാരുടെ മൂട്ടിൽ തീയിട്ട അവസ്ഥയാണ്. ഇരിക്കാനും പറ്റുന്നില്ല, മിണ്ടാനും പറ്റുന്നില്ല. മിണ്ടിയാൽ സംഭവിക്കുന്നത് ലീഗന്മാരെ അപ്പോഴേ UDF ഇന്ന് ചവിട്ടിയെടുത്ത് വെളിയിലിടും. അമ്മാതിരി വിലയില്ലാതെ അധികാര കസേരയ്ക്ക് വേണ്ടി കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട അവസ്ഥ. എങ്ങനെയാണോ മേനോൻ മുഖ്യമന്ത്രി കേന്ദ്രന്മാരുടെ കാലിൽ കിടക്കുന്നത്, അതുപോലെ ലീഗന്മാർ മേനോന്റെ കാലിൽ കിടക്കുന്നു. എന്തായാലും ഈ പഞ്ച് ഡയലോഗ് ഇപ്പോൾ നാട്ടുകാർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്നലകളിൽ പറഞ്ഞ ഉശിരുകൾ പിണറായിക്കെതിരെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കന്മാർക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ള ഉശിര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ എവിടെ പോയി ഈ ഹീറോയിസവും ഈ ധൈര്യവും ഈ ആർജവും ഒക്കെ വച്ച നാവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് PMA സലാമും കുഞ്ഞാപ്പയും KM ഷാജി തുടങ്ങിയവരെല്ലാം അറബിക്കടലിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ തീർച്ചയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം, ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയാത്തൊരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.